ഹാപ്പി വെൽക്കം ടു SJS ദ സ്പ്ലെൻഡിഡ് ജോൺ റിവേഴ്സ് സിംഫണി. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടു റാസ് അഥവാ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തെ ലോ ഓഫ് അട്രാക്ഷന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാമെന്ന്. ഇന്നത്തെ ഈ വീഡിയോയിൽ നാം കാണാൻ പോകുന്നത് നമ്മുടെ RASനെ നമുക്ക് എങ്ങനെ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് പ്രോഗ്രാം ചെയ്യാമെന്നാണ്. ഈ RAS റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിലുള്ള ഒരു ന്യൂറോൺസിൻ്റെ നെറ്റ്വർക്കാണ്. ഇത് ഒരു ഫിൽട്ടറായി പ്രവർത്തിച്ച് നമ്മുടെ ബ്രെയിനിലേക്ക് കടത്തിവിടുന്ന ഡേറ്റകളെ നിയന്ത്രിക്കുന്നു. നമ്മുടെ ബ്രെയിനിലേക്ക് ഏതൊക്കെ ഡേറ്റകളാണ് കടത്തിവിടേണ്ടതെന്ന് തീരുമാനിക്കപ്പെടുന്നത് നമ്മുടെ ചിന്തകൾക്കും വിശ്വാസങ്ങൾക്കും അനുസരിച്ചാണ്. നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും എന്തിലാണോ ഊന്നിയിരിക്കുന്നത് അതനുസരിച്ചുള്ള ഡേറ്റയായിരിക്കും നമ്മുടെ തലച്ചോറിലേക്ക് കടക്കുക. RAS നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനും കോൺഷ്യസ് മൈൻഡിനും ഇടയ്ക്കുള്ള ഒരു ബ്രിഡ്ജാണ്. ഇത് നന്നായിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിനുള്ളിലേക്ക് എന്താണ് ഫിൽട്ടർ ചെയ്ത് കയറേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. നമുക്ക് നേടേണ്ട ഒരു ഗോളിന് വേണ്ടി നമ്മുടെ റാസിനെ പ്രോഗ്രാം ചെയ്യാനായിട്ടുള്ള 5 സ്റ്റെപ്സ് നമുക്കിവിടെ കാണാം. ഒരു ഗോൾ നേടാൻ വേണ്ടി RASനെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ സ്റ്റെപ്പാണ് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ടായിരിക്കുക എന്നുള്ളത്. നമുക്കൊരു ആഗ്രഹമോ നമ്മുടെ സ്വപ്നമോ അല്ല, നമുക്ക് കൃത്യമായ ഒരു ഗോൾ ഉണ്ടാവണം. ആ കൃത്യമായ ഗോൾ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ വെയിറ്റ് കുറയ്ക്കണമെന്ന് വിചാരിക്കുക. എനിക്ക് വെയിറ്റ് കുറയ്ക്കണമെന്ന് നമ്മൾ പറയാതെ കൃത്യമായി അടുത്ത 30 ദിവസത്തിനുള്ളിൽ എനിക്ക് 1 കിലോ വെയിറ്റ് കുറയ്ക്കണം, അങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷ് അല്ലെങ്കിൽ ഒരു ഗോൾ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ RASനെ പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗമായി മാറുന്നു. നമ്മൾക്ക് നമ്മുടെ ഗോളിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. RASനെ പ്രോഗ്രാം ചെയ്യാനുള്ള രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ഗോളിനെ നമ്മൾ ഇമോഷണലൈസ് ചെയ്യണം, അതിനൊരു ഫീലിങ്സ് കൊടുക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ തീരുമാനമെടുത്ത് കഴിയുമ്പോൾ ഈ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് എന്തായിരിക്കും ഗുണം, ആ വെയിറ്റ് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഒരു ഫീലിങ്സ് എന്തായിരിക്കും, ഞാൻ ഹാപ്പി ആകുമോ, എനിക്ക് കുറച്ചും കൂടെ ആരോഗ്യമുണ്ടാകും, അങ്ങനെ ഉള്ള ഫീലിങ്സ് നമ്മുടെ ഈ ഗോളിന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇമോഷന് നമ്മുടെ ബ്രെയിനിലെ സർക്യൂട്ടുകളെ പ്രോഗ്രാം ചെയ്യാനായിട്ട് കൂടുതൽ ഹെൽപ്ഫുള്ളായി തീരും. RASനെ പ്രോഗ്രാം ചെയ്യാനുള്ള മൂന്നാമത്തെ മെത്തേഡാണ് റിപ്പീറ്റേഷൻ. നമ്മൾക്ക് നമ്മുടെ ഗോളിനെ എഴുതി വെച്ച് അതിനെ എല്ലാ ദിവസവും നമ്മൾ കാണുക, അതിനെ നമുക്ക് റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ ഈ റിപ്പീറ്റേഷൻ നമ്മുടെ ബ്രെയിനിനെ റീവയർ ചെയ്യാനായിട്ട് നമ്മെ സഹായിക്കും. എല്ലാ ദിവസവും നമ്മുടെ ഗോളിനെ ഒന്നുകൂടി എഴുതുക, റിപ്പീറ്റ് ചെയ്ത് നമ്മളിനെ എഴുതുക. ഗോൾ നേടിക്കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ എഴുതുക. ഇങ്ങനെ റിപ്പീറ്റേഷൻ നമ്മുടെ ഗോൾ നേടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റാസിനെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിനെ പ്രോഗ്രാം ചെയ്യാനുള്ള 4ാമത്തെ സ്റ്റെപ്പാണ് വിഷ്വലൈസേഷൻ. നാം നമ്മുടെ ഗോള് നേടിക്കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയുണ്ടാകുമെന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ആ ഗോളിലേക്കുള്ള ഓരോ സ്റ്റെപ്പും നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ഇപ്പോൾ നമ്മളിവിടെ ഉദാഹരണത്തിന് കണ്ട ഗോൾ നമ്മുടെ വെയിറ്റ് കുറയ്ക്കുക എന്നായിരുന്നു. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ, എക്സസൈസ് ചെയ്യണം, ഭക്ഷണം നിയന്ത്രിക്കണം, അങ്ങനെ നമ്മൾ ചെയ്യുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ഈ വിഷ്വലൈസേഷൻ നമ്മൾക്ക് റിയലി നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു എനർജി കൂട്ടുകയും അതിനുള്ള ആഗ്രഹം കൂട്ടുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഈ വിഷ്വലൈസേഷൻ വഴി ബ്രെയിനിൻ്റെ റീവയറിങ് എളുപ്പമായി മാറും. റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിനെ പ്രോഗ്രാം ചെയ്ത് നമുക്ക് ഗോൾ നേടാൻ വേണ്ടിയുള്ള 5ാമത്തെ സ്റ്റെപ്പാണ് റിവാർഡ് ലൂപ്പ്. നമുക്കൊരു ചെറിയ ഗെയിൻ ഉണ്ടാകുമ്പോൾ നമുക്ക് റിവാർഡ് കൊടുക്കുക. അങ്ങനെ കിട്ടുന്ന റിവാർഡ് നമുക്കൊരു പുതിയ കാര്യം ചെയ്യാനായിട്ട് നമുക്കൊന്നും കൂടെ പ്രേരണ തരും. റിവാർഡ് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സാധാരണ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ അതിനേക്കാൾ ഒരു 10 മിനിറ്റ് കൂടുതൽ ചെയ്യുമ്പോൾ നാം ഒരു എക്സ്ട്രാ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ഹാപ്പിനെസ് നമുക്ക് കൂടുതലായിട്ട് നമുക്കതിൽ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് പ്രേരണ തരികയും അങ്ങനെ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ പിന്നെയും നമുക്ക് അതിൻ്റെ മാറ്റം ഉണ്ടാകുമ്പോൾ നമുക്ക് പിന്നെയും വർക്ക് ചെയ്യാനുള്ള ഒരു എനർജി കൂടും. ഇങ്ങനെ ഈ ഒരു ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് നമ്മളുടെ ബ്രെയിന് ഇതുമായിട്ട് പ്രോഗ്രാംഡ് ആകും. ഇങ്ങനെയുള്ള ഈ 5 സ്റ്റെപ്സ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ റാസിനെ പ്രോഗ്രാം ചെയ്ത് നമുക്ക് വേണ്ട ഗോളുകൾ നേടാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്കെല്ലാവർക്കും നമ്മുടെ ബ്രെയിനിനെ റീവയർ ചെയ്ത് നമ്മുടെ ഗോളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്